ഇന്നത്തെ പോലെ ഫോണുകളോ ഗൂഗിൾ മാപ്പോ വാഹനങ്ങളോ ഇല്ലാതിരുന്ന 1200 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കാലടി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് 8 വയസ്സുള്ള ഒരു കുട്ടി നഗ്നപാതനായി യാത്ര തിരിച്ചു. ലക്ഷ്യം ഹിമാലയത്തിൻ്റെ കൊടുമുടികൾ. വെറും 8-ാം വയസ്സിൽ 4 വേദങ്ങളും മനഃപ്പാഠമാക്കിയ ഒരു ബാലൻ തൻ്റെ 32 വർഷത്തെ ചെറിയ ജീവിതം കൊണ്ട് വലിയ സാമ്രാജ്യങ്ങൾക്കും നൂറ്റാണ്ടുകൾ കൊണ്ടുപോലും നേടാനാവാത്തത് അവൻ നേടിയെടുത്തു. വാളിൻ്റെ ശക്തി കൊണ്ടല്ല, അറിവിൻ്റെയും യുക്തിയുടെയും ശക്തി കൊണ്ട് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഛിന്ന ഭിന്നമായി കിടന്ന ഇന്ത്യയെ ഒന്നിപ്പിച്ച വിപ്ലവകാരി. അതാണ് ആദി ശങ്കരാചാര്യർ. ഇത് ഒരു ആധ്യാത്മഗുരുവിൻ്റെ കഥ മാത്രമല്ല, ഒരിക്കലും മരിക്കാത്ത ഭാരതത്തിൻ്റെ ആത്മാവിൻ്റെ കഥയാണ്. ശങ്കരൻ ജനിക്കുന്ന കാലത്ത് ഭാരതം കടുത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു. ജാതി ചിന്തകളും ദുരാചാരങ്ങളും പരസ്പരമുള്ള തർക്കങ്ങളും കാരണം സനാതനധർമ്മം അതിൻ്റെ സ്വത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ. കാലടിയിലെ മുതലക്കഥയിലൂടെ അമ്മയിൽ നിന്നും സന്യാസത്തിന് അനുവാദം വാങ്ങിയിറങ്ങിയ ശങ്കരൻ എത്തിയത് നർമ്മദയുടെ തീരത്താണ്. അവിടെ ഗുരു ഗോവിന്ദ ഭക്തപാദരിൽ നിന്നും ഉപദേശം നേടി അദ്ദേഹം നേരെ കാശിയിലേക്ക് തിരിച്ചു. കാശിയിൽ വെച്ച് ഒരു ചണ്ഡാലൻ്റെ രൂപത്തിൽ വന്ന പരമശിവന് മുന്നിൽ ശങ്കരൻ തലകുനിച്ചു. ജാതിയും രൂപവുമല്ല, ഉള്ളിലെ ആത്മാവാണ് പ്രധാനം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യരെ വേർതിരിക്കാത്തതാണ് യഥാർത്ഥ ധ്യാനമെന്ന് അദ്ദേഹം തെളിയിച്ചു. തുടർന്ന് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ശങ്കരാചാര്യർ പദയാത്ര നടത്തി. അദ്ദേഹം ക്ഷേത്രങ്ങൾ പണിയുക മാത്രമല്ല ചെയ്തത്, ഇന്ത്യയുടെ അതിർത്തികളെ പ്രത്യയശാസ്ത്രപരമായി നിർണയിക്കുകയായിരുന്നു. ഭാരതത്തിൻ്റെ 4 കോണുകളിലായി അദ്ദേഹം 4 മഠങ്ങൾ സ്ഥാപിച്ചു. അവിടെ അദ്ദേഹം ഒരു അപൂർവ നിയമം കൊണ്ടുവന്നു. വടക്കുള്ള ക്ഷേത്രങ്ങളിൽ തെക്ക് നിന്നുള്ള പുരോഹിതന്മാരും തെക്കുള്ള ക്ഷേത്രങ്ങളിൽ വടക്ക് നിന്നുള്ള പുരോഹിതന്മാരും പൂജ ചെയ്യണം. അതുകൊണ്ടാണ് ഇന്നും ഹിമാലയത്തിൻ്റെ ബദ്രീനാഥ് ക്ഷേത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിമാർ പ്രധാന പൂജാരിമാരാവുന്നത്. ഒരു മലയാളി ബദ്രീനാഥിനെ ആരാധിക്കുമ്പോൾ ഇന്ത്യ വെറുമൊരു ഭൂപ്രദേശമല്ല, മറിച്ച് അവിഭാജ്യമായ ഒരൊറ്റ ശരീരമാണെന്ന സനാതന സന്ദേശമാണ് അവിടെ മുഴങ്ങുന്നത്. കുംഭമേളകൾക്ക് രൂപം നൽകിയതും സന്യാസിമാരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിവിട്ടതും ശങ്കരൻ്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ശങ്കരാചാര്യരുടെ അദ്വൈത തത്വചിന്ത വെറും ആത്മീയതയല്ല, അത് തികച്ചും ശാസ്ത്രീയമാണ്. എല്ലാം ഒന്നാണ്, നോൺ ഡുവാലിറ്റി എന്ന ശങ്കരൻ്റെ ഈ ആശയമാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ പിതാവായ എർവിൻ ഷ്രോഡിഞ്ചറെ പോലുള്ള പ്രമുഖ ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയത്. ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ ബോധം മാത്രമേ ഉള്ളൂ എന്നും നമ്മളിൽ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണെന്നും ഷ്രോഡിഞ്ചർ എഴുതി. ഇന്ന് ശാസ്ത്രം പ്രപഞ്ചത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശങ്കരൻ പറഞ്ഞ അതേ സത്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതുപോലെ അക്കാലത്ത് പരസ്പരം പോരടിച്ചിരുന്ന ശൈവ വൈഷ്ണവ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം പഞ്ചായതന പൂജ കൊണ്ടുവന്നു. ശിവൻ, വിഷ്ണു, ശക്തി, ഗണപതി, സൂര്യൻ എന്നിവയെ ഒരുമിച്ച് ആരാധിക്കാനും പഠിപ്പിച്ചു. രൂപങ്ങൾ പലതാണെങ്കിലും ദൈവം ഒന്നാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ആദിശങ്കരൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ എങ്ങനെയായിരിക്കുമായിരുന്നു? ഒരുപക്ഷെ ഇന്ത്യ ഒരൊറ്റ രാജ്യമാകുമായിരുന്നില്ല, പരസ്പരം പോരടിക്കുന്ന ഗോത്രങ്ങളുടെ കൂട്ടമാകുമായിരുന്നു. വടക്കും തെക്കും തമ്മിൽ സാംസ്കാരിക ബന്ധം ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. വിദേശ ആക്രമണങ്ങളിൽ നമ്മുടെ സംസ്കാരം എന്നേക്കുമായി ഇല്ലാതാവുമായിരുന്നു. ഇന്ത്യയുടെ തകർന്ന ഇഷ്ടികൾക്ക് ഉറപ്പിച്ച് നിർത്തിയ സിമെൻ്റായിരുന്നു ശങ്കരാചാര്യർ. ഇന്ന് 2026 അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് 1200 വർഷം മുമ്പത്തെ പോലെ തന്നെ വീര്യമുണ്ട്. വിദ്വേഷവും വിഭജനവും ലോകത്തെ ഭരിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി, ഞാനും നീയും ഒന്നാണ് എന്ന അദ്വൈത ചിന്തയാണ് നമുക്ക് ആവശ്യം. വെറും 32-ാം വയസ്സിൽ കേദാർനാഥിലെ മണ്ണിൽ സമാധി അടയുമ്പോഴും ആ ചിന്തകൾക്ക് ഹിമാലയത്തേക്കാൾ ഉയരമുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഈ മഹാന്റെ ചരിത്രം നിർബന്ധമാക്കേണ്ടതല്ലേ? കമൻറ്റിൽ രേഖപ്പെടുത്തുക.